നീ ഫുഡ് കഴിച്ചായിരുന്നോ? ഏ ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞിട്ടല്ലേ പോയിട്ടുണ്ട്. അല്ലേ വേറെ ഒന്നും ചോദിക്കാൻ പറ്റിയില്ലല്ലേ, ഇതല്ലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. എന്താ കഴിച്ചത്? അതുകൊണ്ട ഞാനങ്ങനെ പറയൂ. ഇത് പറയണ്ടാതൊന്നും പറയാൻ ആരെങ്കിലും നിർബന്ധിച്ചോ? പറയും. വൈഷ്ണവി മിണ്ടാതിരിക്കും, ഒറ്റ ഇടി വെച്ച് തരും ഞാന്. ആ ചേച്ചി പെട്ടെന്ന് വിഷമാവൂന്ന്. നീ അത് ടൈപ്പ് ചെയ്തിട്, ഞാൻ ഉച്ചത്തില് വായിക്കൂല, എന്നിട്ട് പെട്ടെന്ന് ഡിലീറ്റ് ആക്ക്. അല്ലെങ്കിൽ കുഴപ്പമില്ല, മെസ്സേജ് ഇടണ്ട, പ്രശ്നമില്ല. അത് വിട്. അയ്യോ, അല്ല അത് ലൈവിൽ പറഞ്ഞു അത് പ്രശ്നമല്ലേ, അപ്പൊ പിന്നെ എന്താ കുഴപ്പം പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറയും, എന്തോ അപ്പൊ വലിയ കാര്യമാന്ന്. വലിയ കാര്യമൊന്നുമില്ല, വലിയ കാര്യമാണെ ലൈവിൽ പറയൂ. എന്റെ മുഖം കാണാൻ പറ്റുന്നുണ്ടോ? ഓ, കാണാൻ പറ്റുന്നു. ഏ ചിരിപ്പിക്കാനായിട്ട് മിണ്ടാതിരി. ആശി ചേച്ചി പറയൂ, ആശി ചേച്ചി എന്താണെന്ന് നോക്കട്ടെ. ചേച്ചി വിഷമം വേണ്ട കേട്ടോ പറയും. പറയും, ഒരു വിഷമം മനസ്സിലുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ മാറുമെന്നാ. ആശി അവർ കാണുന്നെങ്കിൽ ഇല്ല, കാണുമെങ്കിൽ കുഴപ്പമില്ല. ഇത് പറയാതിരുന്നാ പോരെ, മിണ്ടാതിരുന്നാ പോരെ. ഇത് ആരും വായിക്കാതിരുന്നാ മതി. അടി ടൈപ്പ് ചെയ്ത് മാത്രം ഇട്ടാ മതി. എന്തായാലും മെസ്സേജ് വേറെ ലൈവിൽ കാണാൻ പറ്റത്തില്ലല്ലോ. ലൈവ് അപ്ലോഡ് ചെയ്യുമ്പോ കാണാൻ പറ്റിയില്ലല്ലോ. എന്ത് സംഭവിച്ചിട്ടുണ്ട്? നീ പോയായിരുന്നോ? തുറന്നു പറയാൻ ഇത് ലൈവാണ് പറയും. അപ്പൊ പിന്നെ അത് വിട്. അങ്ങനെ പറയാൻ കഴിയാത്ത കാര്യം പിന്നെ സംസാരിക്കണ്ട, വിട്ടേ. പ്രശ്നം വേണ്ട. അല്ല, ആ കാര്യം പറഞ്ഞത് ലൈവിൽ തന്നെയല്ലേ, അപ്പൊ കുഴപ്പമില്ല. അല്ല വേണ്ട, ഞാൻ എന്നാത്തിന് അവരുടെ കാര്യമൊക്കെ തിരക്കാം. നീന കയറട്ടെന്ന് ചോദിക്കുന്നു ചേച്ചി. ടുഗദർ കയറുന്നാ? നീന വാന്ന് പറയും. വൈഷ്ണവി ആശി ചേച്ചി കയറുന്നെന്ന് തോന്നുന്നു. ആശി ചേച്ചി ടുഗദർ കയറുന്നെന്നാണോ? നീന ഞാനൊന്നും കയറട്ടെ എന്ന് ചോദിക്കുന്നു. അവന് ഇറങ്ങിയിട്ടുണ്ട്. കേറ് പറയുന്നു. ആശി ചേച്ചി മിനി, പ്രിയയുടെ ലൈവിലെ പ്രശ്നം എനിക്കിവിടെ പറഞ്ഞൂടെങ്കിലും പറയാണ്. പ്രിയ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ,